മലപ്പുറം അരീക്കോട് എസ്.ഒ.ജി ക്യാമ്പിൽ കമാൻഡോയെ ശുചിമുറിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച ഹവിൽദാർ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ലീവ് നൽകാത്തതിൽ മനംനൊന്താണ് ആത്മഹത്യയെന്ന് സൂചനയുമുണ്ട്. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുന്നു. ശിവദാസ്, വിശദാംശങ്ങൾ. 9 മണിയോടെയാണ് അരീക്കോട് എസ്.ഒ.ജി ക്യാമ്പിലെ ഹവിൽദാറായ വയനാട് സ്വദേശി വിനീത് ആത്മഹത്യ ചെയ്തത്. സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ മരണകാരണം എന്താണ് എന്നത് വ്യക്തമല്ല. അതായത് ലീവ് അനുവദിക്കാത്തത് കൊണ്ടാണ് സ്വയം ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇദ്ദേഹം 4 ദിവസം മുൻപ് വീട്ടിൽ പോയി വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരു കുഞ്ഞും ഉണ്ട്. കൂടുതൽ ഈ ഭാര്യയെ പരിചരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ലീവിന് അപേക്ഷ നൽകിയിരുന്നു. പക്ഷെ ആ ലീവ് അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മരണ കാരണം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്നത് വ്യക്തമല്ല. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ലീവിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ലീവ് ലഭിക്കാത്തത് കൊണ്ടാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, പോലീസിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്തായി തന്നെ ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള സമ്മർദ്ദം പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ആത്മഹത്യകൾ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല സെമിനാറുകൾ അടക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും DGP അടക്കം നേതൃത്വം നൽകിയിട്ടു തന്നെ ഇത്തരത്തിൽ സെമിനാറുകളും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള പദ്ധതിയും അടക്കം ആവിഷ്കരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണവും. ഇപ്പോൾ നിലവിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം അരീക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ സബ് കളക്ടറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം വയനാട്ടിലെ വീട്ടിലേക്ക് വിട്ടു നൽകും.